ഹായ്, എല്ലാവർക്കും എഡ്യൂക്കേഷൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ കെമിസ്ട്രി ഓർഗാനിക് സീരീസിലെ 6th വീഡിയോ ആണ്. ഈ സീരീസിൽ നമ്മൾ കീം, നീറ്റ്, ജെഇ മെയിൻസ് എക്സാമിൻ്റെ ഓർഗാനിക് പോർഷൻസിനെ കോൺസെപ്റ്റ് വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ ഈ സീരീസ് ഫുൾ കാണുവാണെങ്കിൽ നിങ്ങളുടെ ഓർഗാനിക് കെമിസ്ട്രി ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും അത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ വീഡിയോയുടെ മുമ്പിട്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം, അതായത് ഇലക്ട്രോഫൈൽ, ന്യൂക്ലിയോഫൈലാണ് 5th വീഡിയോ. അതിൻ്റെ കുറച്ച് പോർഷൻസ് ഇവിടെ വരുന്നുണ്ട്. അപ്പം അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും നല്ലത്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ഇലക്ട്രോഫൈൽ എന്തോന്നൊക്കെ അറിയാമെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാം. സോ ആക്ടിവേറ്റിംഗ് ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് ഇതെവിടെയാണ് കാണുന്നത്? ബെൻസീൻ റിങ്ങിലാണ് കാണുന്നത്. ബെൻസീൻ റിങ് വേറൊരു ബെൻസീൻ റിങ് അല്ല, ഒരു ബെൻസീൻ റിങ് ഉണ്ട്, അതിൻ്റെ ഗ്രൂപ്പിന് അറ്റാച്ച്ഡ് ആണ്. ഞാൻ ഇതിലോട്ട് ഒരു ഇലക്ട്രോഫൈലിനെ ആഡ് ചെയ്തു. ഈ ഇലക്ട്രോഫൈൽ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഞാൻ പറഞ്ഞേക്കാം. Electro means electron. Phi means loving. അതായത് ഇലക്ട്രോണിനെ ഇഷ്ടപ്പെടുന്ന ആള്. ഈ ഇലക്ട്രോണിനെ ഇഷ്ടപ്പെടുന്ന ആളെ ഇലക്ട്രോൺ ഉള്ളിടത്തോട്ട് ആയിരിക്കും അറ്റാച്ച് ചെയ്യുന്നത്. പോയി ബെൻസീൻ റിംഗിൽ ഒത്തിരി ഇലക്ട്രോൺ ഉണ്ട്. ബെൻസീൻ റിംഗ്സിന് ഇലക്ട്രോൺ റിച്ച് റിംഗ് എന്നാണ് പറയുന്നത്. അതെന്താണ്? 3 പൈ ബോണ്ട് തന്നെ അവിടെ ഉള്ളത്, 3 ഡബിൾ ബോണ്ട് തന്നെ ഉള്ളത്. ഒരു ഡബിൾ ബോണ്ടിൽ 4 ഇലക്ട്രോൺ വെച്ചുണ്ട്. അപ്പോൾ അതായത് ഈ ഡബിൾ ബോണ്ടിൻ്റെ ഇലക്ട്രോൺ മാത്രം നോക്കുവാണെങ്കിൽ തന്നെ ഇവിടെ 12 ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് ഇലക്ട്രോഫൈൽ എപ്പോഴും ബെൻസീൻ റിംഗ് ഒന്ന് അറ്റാച്ച് ചെയ്യാൻ നോക്കും. അപ്പോൾ ഈ അറ്റാച്ച് ചെയ്യാനാണെങ്കിൽ ഇവിടെ കുറേ പൊസിഷൻ ഉണ്ട്. ഇവിടെ അറ്റാച്ച് ചെയ്യാം, ഇവിടെ അറ്റാച്ച് ചെയ്യാം, ഇവിടെ അറ്റാച്ച് ചെയ്യാം, ഇവിടെ അറ്റാച്ച് ചെയ്യാം, ഇവിടെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ എവിടെ വന്ന് അറ്റാച്ച് ചെയ്യും അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഉള്ള ഗ്രൂപ്പിൻ്റെ ഈ ഗ്രൂപ്പ് ഏതാണ് അതനുസരിച്ചാണ് ഈ ഇലക്ട്രോഫൈൽ വന്നത് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബെൻസീൻ റിംഗിൻ്റെ സ്ട്രക്ചർ. ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ വേറെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആണ്. ഇത് നോക്കൂ, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓഫ് എ ബി സി ഇസ് ലെസ് ദാൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓഫ് വൈ. അതായത് എ ബി സിയുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വൈനെക്കാട്ടും കുറവാണ്. എന്ത് എഫക്റ്റ് ആയിരിക്കും? ആക്ടിവേറ്റിംഗ് എഫക്റ്റ് ആയിരിക്കും. പക്ഷെ അഥവാ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓഫ് എ ബി സിയുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഗ്രേറ്റർ ദാൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വൈ ആണെങ്കിൽ എന്ത് എഫക്റ്റ് ആയിരിക്കും? ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് ആയിരിക്കും. ഇത്ര മനസ്സിലായല്ലോ. ഇനി ആക്ടിവേറ്റിംഗ് ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് ആണെങ്കിൽ അത് വെച്ച് എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഇത് ഈ ടേബിൾ അനുസരിച്ച് നമുക്ക് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം കാർബണിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആണോ അതോ ഹൈഡ്രജന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആണോ കൂടുതൽ ചോദിച്ചാൽ കാർബണിന്റെ ആണ്. അതെന്താ? ഈ ടേബിളിന്റെ ഈ സൈഡിലോട്ട് പോകുമ്പോഴും നമ്മുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിക്കൊണ്ടിരിക്കും. അതായത് റൈറ്റ് സൈഡിൽ കിടക്കുന്നതിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. അടുത്തൊരു എക്സാമ്പിൾ പറയാം. ഓക്സിജന്റെ ആണോ കൂടുതൽ അതോ നൈട്രജന്റെ ആണോ കൂടുതൽ? എനിക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. റെഡ് വെച്ച് മാറിക്കാൻ. നൈട്രജന്റെ ആണോ കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി അതോ ഓക്സിജന്റെ ആണോ? ഓക്സിജന്റെ അല്ലേക്കാണ്, അതാണ് കൂടുതൽ ആ സൈഡിൽ കിടക്കുന്നത്, റൈറ്റ് സൈഡിൽ കിടക്കുന്നത്. അത് ആക്ടിവേറ്റിംഗ് എഫക്റ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ വരുന്ന ഇലക്ട്രോഫൈൽ ഉണ്ടല്ലോ, ഓർത്തോ അല്ലെ പാരാ പൊസിഷനിൽ വരും. ഓർത്തോ അല്ലെ പാരാ. അപ്പം ഓർത്തോ പാരാ പൊസിഷൻ ഏതാ? ഇവിടെ നോക്കൂ, ഈ രണ്ടുമാണ് ഓർത്തോ പൊസിഷൻ, ഇതാണ് പാരാ പൊസിഷൻ. ഈ രണ്ടെണ്ണമാണ് മെറ്റാ പൊസിഷൻ. നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആക്ടിവേറ്റിംഗ് എഫക്റ്റ് ആണ്. ആക്ടിവേറ്റിംഗ് എഫക്റ്റ് എന്താ നമ്മൾ പഠിച്ചു. ആയിരുന്നാൽ ഈ വരുന്ന ഇലക്ട്രോഫൈൽ ഓർത്തോ അല്ലെ പാരാ പൊസിഷനിൽ വരും. അതോ ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് ആണെങ്കിൽ ഇലക്ട്രോഫൈൽ ഏത് പൊസിഷനിൽ വരും? മെറ്റാ പൊസിഷനിൽ വരും. ഇതാണ് മെറ്റാ പൊസിഷൻ. ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ രണ്ടിലും വരുന്നുണ്ടെങ്കിലും ഈ പാരാ പൊസിഷൻ ആയിരിക്കും മെജോറിറ്റിയിലുണ്ടാകുന്നത്. ഓർത്തോനേക്കാൾ കൂടുതൽ എമൗണ്ട് പാരാ പൊസിഷൻ ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ ചെയ്യാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അതിന് മുന്നേ ഒരു ബെൻസീൻ റിംഗിൽ ആക്ടിവേറ്റിംഗ് എഫക്റ്റും ഉണ്ട്, ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആക്ടിവേറ്റിംഗ് എഫക്റ്റിന്റെ പാരാ പൊസിഷനിലായിരിക്കും ഇലക്ട്രോഫൈൽ വന്ന് അറ്റാച്ച് ആകുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ഇത് കാണുമ്പോൾ വിച്ചുവൽ കേൾക്കാം. ഒറ്റൊരു എക്സെപ്ഷനേ ഉള്ളൂ. എക്സെപ്ഷൻ ഓർത്തിരിക്കണം. ബെൻസീൻ റിംഗിന്റെ ഹാലജൻ വരുവാണ്. ഹാലജൻ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഈ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതായത് ഗ്രൂപ്പ് 17. അതിലൊരു എലിമെന്റ് ജോയിൻ ചെയ്യുവാണെങ്കിൽ എന്ത് എഫക്റ്റ് ആയിരിക്കും ഷോ ചെയ്യുന്നത്? ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് ആണെങ്കിൽ എവിടെ വന്നാൽ ജോയിൻ ചെയ്യേണ്ടത്? മെറ്റാ പൊസിഷനിലല്ലോ ജോയിൻ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇലക്ട്രോഫൈൽ ഓർത്തോ അല്ലെങ്കിൽ പാരാ പൊസിഷനിൽ, ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിലായിരിക്കും വന്ന് ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഇതെല്ലാം ആക്ടിവേറ്റിംഗ് എഫക്റ്റ് ആയിരിക്കും ഇവിടെ ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് ആയിരിക്കും നോക്കിയിട്ട് പറയാൻ പറ്റുമോ? പറ്റും. ആദ്യം ബെൻസീൻ റിംഗിൽ ഡയറക്ട്ലി ജോയിൻ ചെയ്തിരിക്കുന്ന എലിമെന്റ് നോക്കുക, കാർബൺ ആണ്. കാർബണിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ആരൊക്കെയാണ്? ക്ലോറിൻ ആണ്. ക്ലോറിൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കാർബണിനെക്കാട്ടും കൂടുതലല്ലേ? അതായത് സൈഡിലുള്ളതിൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സെൻട്രലിലുള്ളതിനെക്കാട്ടും കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് എഫക്റ്റ് ആയിരുന്നു? ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് അല്ലേ? ആണ്.
ബെൻസീൻ റിംഗ് ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് ആയ ഗ്രൂപ്പ് ഏതാ? കാർബൺ ആണ്. കാർബണിന്റെ സൈഡിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഏതാണ്? ഹൈഡ്രജൻ ആണ്. കാർബണിന്റെ ഇലക്ട്രോണെഗറ്റിവിറ്റി ഹൈഡ്രജനേക്കാൾ കൂടുതലല്ലേ? അങ്ങനെയാണെങ്കിൽ ഏത് എഫക്റ്റ് ആണ്? ആക്ടിവേറ്റിംഗ് എഫക്റ്റ് ആണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കേസാണ്, ശ്രദ്ധിച്ച് നോക്കണം. ബെൻസീൻ റിംഗ് ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് ആയ ഗ്രൂപ്പ് ഏതാണ്? കാർബൺ ആണ്. കാർബണിന് ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. എവിടെയെങ്കിലും ബെൻസീനെ അറ്റാച്ച് ചെയ്ത ഗ്രൂപ്പിൽ ഡയറക്റ്റ്ലി ഒരു ഡബിൾ ബോണ്ട് കണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, ഡയറക്റ്റ് എഴുതിക്കണം അതൊരു ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് ആണെന്ന്. അത് ഞാൻ ഇവിടെയും കൂടെ ഒന്ന് എഴുതി വെച്ചേക്കാം. ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ഡയറക്റ്റ്ലി ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, അങ്ങനെയാണെങ്കിലും ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് ആയിരിക്കും. പിന്നെ ഇലക്ട്രോണെഗറ്റിവിറ്റി ഒന്നും നോക്കണ്ട, ഡയറക്റ്റ് ഡീആക്ടിവേറ്റിംഗ് മാർക്ക് ചെയ്യണം. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിൾ പറഞ്ഞേ, ബെൻസീൻ നൈട്രജനാണ് അറ്റാച്ച്ഡ്, നൈട്രജനും കാർബണും ഹൈഡ്രജനും ആണ്. നൈട്രജൻ്റെ ഇലക്ട്രോണെഗറ്റിവിറ്റി ആണോ കൂടുതൽ? കാർബണിൻ്റെ അല്ലെങ്കിൽ ഹൈഡ്രജൻ്റെ ഇലക്ട്രോണെഗറ്റിവിറ്റി ആണോ കൂടുതൽ? നൈട്രജൻ്റെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് എഫക്റ്റ് ആയിരിക്കും? ആക്ടിവേറ്റിംഗ് എഫക്റ്റ് ആയിരിക്കും. ഇവിടെ നോക്കിക്കേ, ബെൻസീൻ ഈ ഡയറക്റ്റ് ഓക്സിജൻ ആണ് അറ്റാച്ച്ഡ്, ഓക്സിജൻ ഹൈഡ്രജൻ ആണ്. ഓക്സിജൻ്റെ ഇലക്ട്രോണെഗറ്റിവിറ്റി ആണ് കൂടുതൽ, ഹൈഡ്രജൻ്റെ ആണ് കൂടുതൽ? ഓക്സിജൻ്റെ ആണ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ എന്ത് എഫക്റ്റ് ആയിരിക്കും? ആക്ടിവേറ്റിംഗ് എഫക്റ്റ് ആയിരിക്കും. ബെൻസീൻ ഡയറക്റ്റ് കാർബൺ ആണ് അറ്റാച്ച്ഡ്, കാർബണിന് ഡബിൾ ബോണ്ടും ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് ആയിരിക്കും. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബെൻസീൻ ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് കാർബൺ ആണ്, കാർബൺ ഡബിൾ ബോണ്ട് ഇല്ല, ട്രിപ്പിൾ ബോണ്ട് ആണ്. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഡീആക്ടിവേറ്റിംഗ് ആണെന്ന് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഉറപ്പായിട്ടും ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് ആയിരിക്കും. ഈ കേസ് ഒന്ന് ഓർത്തെടുക്കണം. ഇനി നമുക്ക് റിയാക്ഷൻ നോക്കാം. ബെൻസീൻ ഡയറക്റ്റ്ലി കാർബൺ അറ്റാച്ച്ഡ്, കാർബൺ ഡബിൾ ബോണ്ടും ഉണ്ട്. ഇവിടെ എന്ത് എഫക്റ്റ് ആയിരിക്കും? ഇവിടെ ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് ആയിരിക്കും. ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് ആണെങ്കിൽ ഈ ഇൻകമിങ് ഇലക്ട്രോഫൈൽ ഏത് പൊസിഷനിലായിരിക്കും വരുന്നത്? മെറ്റാ പൊസിഷനിലല്ലേ വരുന്നത്? മെറ്റാ പൊസിഷൻ. ഇവിടെ ഏതാ മെറ്റാ പൊസിഷൻ? ഇതും മെറ്റാ പൊസിഷനാണ്, ഇതും മെറ്റാ പൊസിഷനാണ്. ഇതിന് ഏതെങ്കിലും ഒരു പൊസിഷനിലോട്ട് പോയി അറ്റാച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഫൈനൽ സ്ട്രക്ചർ എന്തായിരിക്കും? ബെൻസീൻ ഉണ്ട്, കാർബൺ ഉണ്ട്, കാർബൺ ഡബിൾ ബോണ്ട് ഓക്സിജൻ ഉണ്ട്, നമ്മുടെ ഇലക്ട്രോഫൈൽ വന്നിട്ട് ഇവിടെ വന്ന് അറ്റാച്ച്. ഓക്കെ അല്ലേ? അടുത്ത കേസ് നോക്കൂ. ബെൻസീൻ ഉണ്ട്, ബെൻസീൻ ഓക്സിജൻ ഉണ്ട് ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ്, ഓക്സിജൻ കാർബൺ ആണ്. അപ്പോൾ ഓക്സിജൻ്റെ ഇലക്ട്രോണെഗറ്റിവിറ്റി കാർബണിൻ്റെ ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടുതലല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് എഫക്റ്റ് ആണ് ഇവിടെ ഷോ ആകുന്നത്? ഇവിടെ ആക്ടിവേറ്റിംഗ് എഫക്റ്റ് ഷോ ആകുന്നത്. ആക്ടിവേറ്റിംഗ് എഫക്റ്റ് ഷോ ആണെങ്കിൽ ഇൻകമിങ് ഇലക്ട്രോഫൈൽ ഏതൊക്കെ പൊസിഷനിലാണ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്? ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ. അപ്പം ആൻസർ എന്തൊക്കെ വരും? ബെൻസീൻ ഉണ്ട്, ഓർത്തോ പൊസിഷനിൽ വരാം, പാരാ പൊസിഷൻ. ഇതിൽ ഏതായിരിക്കും മേജറായിട്ട് ഫോം ചെയ്യുന്നത്? പാരയായിരിക്കും മേജറായിട്ട് ഫോം ചെയ്യുന്നത്. ഇതും ഓർത്തോയായിരിക്കും ഓർത്തയാവും. ഇനി ഇവിടെ കാണിക്കുകയാണെങ്കിൽ ഇവിടെ വരച്ച് കാണിക്കാം, എവിടെ വേണമെങ്കിലും കാണിക്കാമാണ്. ലാസ്റ്റ് എക്സാമ്പിൾസ് ആണ് ഇത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നോക്കൂ, രണ്ട് ബെൻസീൻ ഉണ്ട്. ഈ ബെൻസീനിൽ നൈട്രജനാണ് അറ്റാച്ച്ഡ്, നൈട്രജനിൽ ഹൈഡ്രജനും ഉണ്ട്, കാർബണും ഉണ്ട്. നൈട്രജൻ്റെ ഇലക്ട്രോണെഗറ്റിവിറ്റി കാർബണും ഹൈഡ്രജനെക്കാട്ടും കൂടുതലല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ബെൻസീനിൽ ആക്ടിവേറ്റിംഗ് എഫക്റ്റ് ആയിരിക്കും. ഈ ബെൻസീനിൽ കാർബൺ അറ്റാച്ച്, കാർബണിന് ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ റിംഗ് ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് അല്ലേ വരുന്നത്? അപ്പോൾ ആക്ടിവേറ്റിംഗ് എഫക്റ്റ് ഉണ്ട്, ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ്. അങ്ങനെയാണെങ്കിൽ എന്താണ് പറഞ്ഞത്? ഇവിടെ ഓർക്കുന്നുണ്ടോ? ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നു രണ്ട് എഫക്റ്റും ഉണ്ട്. ഈ ആക്ടിവേറ്റിംഗ് എഫക്റ്റിൻ്റെ പാരാ പൊസിഷനിലായിരിക്കും ഇൻകമിങ് ഇലക്ട്രോഫൈൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾ നോക്കൂ. അങ്ങനെയാണെങ്കിൽ ഇതല്ലേ ആക്ടിവേറ്റിംഗ് എഫക്റ്റ്. അപ്പോൾ ഇതിൻ്റെ പാരാ പൊസിഷൻ ഏതാ? ഇതാണ് ഇവിടെ ഗ്രൂപ്പ്, ഇത് ഓർത്തോ പൊസിഷൻ, ഇത് മെറ്റാ പൊസിഷൻ, ഇത് പാരാ പൊസിഷൻ. അതായത് ഈ ഇലക്ട്രോഫൈൽ വന്നിട്ട് ഈ പൊസിഷനിലേക്ക് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇങ്ങോട്ട് എഴുതാം. ബെൻസീൻ ഉണ്ട്, കാർബൺ, അടുത്ത ബെൻസീനാണ് ഇവിടെ വന്ന് നമ്മുടെ ഇലക്ട്രോഫൈൽ വന്ന് അറ്റാച്ച് ചെയ്യും. ഈ എക്സാമ്പിൾ നോക്കൂ. രണ്ട് റിംഗ് ഉണ്ട്, രണ്ടിൻ്റെ ഡിഫറെൻറ്റ് ഗ്രൂപ്പാണ്. ഇവിടെ കാർബൺ ഉണ്ട്, കാർബണിൽ ഡയറക്റ്റ്ലി ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, അങ്ങനെ അവിടെ എന്തായാലും ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് ആയിരിക്കും. ഇവിടെ ബെൻസീൻ ഉണ്ട്, അതിൽ നൈട്രജൻ ആണ് അറ്റാച്ച്ഡ്, നൈട്രജൻ്റെ ഇലക്ട്രോണെഗറ്റിവിറ്റി ഹൈഡ്രജനെക്കാട്ടും കൂടുതലാണ്. അപ്പോൾ
എന്ത് എഫക്റ്റ് ആണ്? ഇവിടെ ആക്ടിവേറ്റിംഗ് എഫക്റ്റ് ആണ്. ആക്ടിവേറ്റിംഗ് എഫക്റ്റ് ആണ് ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ്. അങ്ങനെയാണെങ്കിൽ ആക്ടിവേറ്റിംഗിന്റെ പാരാ പൊസിഷൻ, ഇവിടെയാണ് ഗ്രൂപ്പ്, ഇവിടെയുള്ള ഓർത്തോ പൊസിഷൻ, ഇവിടെ ഒരു മെറ്റാ പൊസിഷൻ, ഇതാണ് പാരാ പൊസിഷൻ. അപ്പോൾ ഇലക്ട്രോഫൈൽ വന്നിട്ട് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. വരും ഇവിടെ സി, ഇവിടെ ഡോ, ഇവിടെ എൻ എച്ച്, ഇവിടെ CH3, ഇവിടെ അറ്റാച്ച്. ഇതായിരിക്കും നമുക്ക് കിട്ടാവുന്ന പ്രോഡക്റ്റ്. നിങ്ങൾക്ക് ഡൗട്ട് വരാം, ഇവിടെ CH3 ഉണ്ട്, അതിനെന്താണ് നമ്മൾ കൺസിഡർ ചെയ്യാനില്ല. അപ്പം കാർബണിൻ്റെ ഇലക്ട്രോണെഗറ്റിവിറ്റി ആണോ നൈട്രജൻ്റെ ഇലക്ട്രോണെഗറ്റിവിറ്റി ആണോ കൂടുതൽ? കാർബണിൻ്റെ അല്ലേ, സോറി നൈട്രജൻ്റെ അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പ് ബേസ് ചെയ്തിട്ട് നമ്മൾ പാരാ പൊസിഷൻ എടുത്തത്. ഈ ഗ്രൂപ്പ് ബേസ് ചെയ്തെടുത്താലും ആക്ടിവേറ്റിംഗ് എഫക്റ്റ് തന്നെയാണ് വരുന്നത്, പക്ഷേ പാരാ പൊസിഷൻ ഇവിടെയാവും അല്ലേ? ഇത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് ഓർത്തയാകും, ഇത് മെറ്റൽ, ഇത് പാരയാവും. ഇവിടെ സ്റ്റെബിലിറ്റി കുറവാണ്, ഇവിടെയാണ് കമ്പാരിറ്റീവ് സ്റ്റെബിലിറ്റി കൂടുതൽ. എന്തുകൊണ്ട് ഇവിടെ സ്റ്റെബിലിറ്റി കൂടുതലാണെന്ന് നമ്മൾ റിംഗ് സ്ട്രക്ചേഴ്സിൻ്റെ സ്റ്റെബിലിറ്റിയുടെ വേറെ വീഡിയോ ഉണ്ട്, അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആക്ടിവേറ്റിംഗ് എഫക്റ്റ് ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് എന്തുവാണ്, അത് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.